സെയിൽസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ വളർത്തിയെടുക്കേണ്ട 12ാമത്തെ സൂപ്പർ പ്രീമിയം സ്കില്ല് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? ആ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ എബിലിറ്റി ടു മാനേജ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ് ഇൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് റെസ്പെക്റ്റബിൾ മാനർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. എന്ത് സ്കില്ലാണ്? ദ സ്കിൽ ടു മാനേജ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. അതായത് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ളൊരു കഴിവാണ്, അതൊരു പ്രാപ്തിയാണ്, അതൊരു കൺസ്ട്രക്റ്റീവായിട്ടും ഒരു റെസ്പെക്റ്റബിൾ രീതിയിലുമാണ്. അതായത് പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനായിട്ടുള്ളൊരു കഴിവിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കില്ലെന്ന് പറയുന്നത്. അതൊരു സ്കില്ലാണ്, അതൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളർത്തിയെടുക്കേണ്ട ഒരു സൂപ്പർ സ്കില്ലാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സെയിൽസ് പ്രൊഫഷണലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന തൊഴിൽ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ടാവും, തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. അപ്പം കൃത്യസമയത്ത് തീരുമാനങ്ങൾ, അതായത് ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ക്ലയൻറ്റുമായിട്ട് അദ്ദേഹം ഇടപെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ചില പ്രതിസന്ധികളെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ചില ഒബ്ജക്ഷനുകളെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ചില പ്രയാസങ്ങളെ അത് കൃത്യമായിട്ട് ഡീല് ചെയ്യുവാനായിട്ടുള്ളൊരു സ്കില്ലിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കസ്റ്റമറുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന റിജക്ഷൻസ് വരാം. അപ്പം ഒബ്ജക്ഷൻസ് അല്ലെ റിജക്ഷൻസ് വരുമ്പോൾ അതിനെ എങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട്, അതിനെ എങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒബ്ജക്ഷനുകളെ എങ്ങനെ നേരിടാം, ഒബ്ജക്ഷനുകളെ എങ്ങനെ നേരിട്ടുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നമ്മളുടെ ഒരു ലൈഫ് ടൈം കസ്റ്റമറാക്കി മാറ്റാം. ഒബ്ജക്ഷനുകളെ നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ റിജക്ഷനുകളെ നേരിട്ടുകൊണ്ട് ഓരോ വ്യക്തികളെയും നമ്മുടെ ലൈഫ് ടൈം കസ്റ്റമർ ആക്കുന്നിടത്താണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ആ സ്കില്ലിൻ്റെ പ്രാധാന്യം കൂടുന്നത്. ആളുകൾ പലതരത്തിലുള്ളവരാണ്, പല ആശയങ്ങളുള്ളവരാണ്, പല ചിന്തകളുള്ളവരാണ്. ആ വ്യത്യസ്ത രീതിയിൽ ഇടപെടുന്ന വ്യക്തികളോട് നമ്മളും ഒരു കസ്റ്റമൈസ്ഡ് ആകുന്ന രീതിയിൽ ഇടപെടുക. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സൂപ്പർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആകുന്ന രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുവാനായിട്ട് കഴിയണം. അപ്പം ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റുകളെ എങ്ങനെ